പെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രം അണിയണമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കടകളിൽ വലിയ തിരക്കുമാണ്. സംസ്ഥാനത്തെ മറ്റേത് ജില്ലകളെക്കാൾ മുൻപ് പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ കാസർഗോഡ് എത്തുന്നതിനാൽ മറ്റു ജില്ലകളിൽ നിന്ന് പോലും വസ്ത്രങ്ങൾ വാങ്ങാൻ ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. നോമ്പ് തുടങ്ങിയ ഉടൻ പെരുന്നാളിന് പുതുവസ്ത്രം വാങ്ങുന്നതിനെക്കുറിച്ചാകും പലരുടെയും ചിന്ത. ഇത്തവണ പെരുന്നാൾ വസ്ത്രം ഏത് കടയിൽ നിന്ന് വാങ്ങും, ഏത് മോഡൽ വാങ്ങുമെന്നൊക്കെ ചിന്തിക്കാത്ത കൗമാരക്കാർ വിരളമാകും. പെരുന്നാൾ ദിനത്തിൽ ഉള്ളതിൽ നല്ല വസ്ത്രമാണ് ധരിക്കേണ്ടത്. പുതുവസ്ത്രം വേണമെന്നില്ല. എന്നാൽ പുതിയത് വാങ്ങാൻ കഴിവുള്ളവർക്ക് വാങ്ങാം. അതുകൊണ്ട് തന്നെ വസ്ത്രവിപണി പെരുന്നാളാകുന്നതോടെ സജീവമായിരുന്നു. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ബാംഗ്ലൂരിലോ എത്തുന്നതിന് മുൻപ് പുതിയ മോഡലുകൾ കാസർഗോഡ് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിലെത്തുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇപ്പോഴത്തെ പെരുന്നാളിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ നല്ല നല്ല കളക്ഷനാണ് വന്നിട്ടുള്ളത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കാസർഗോഡാണ് ആദ്യം നല്ല കളക്ഷൻ വരുന്നത് തന്നെ. നല്ല ആൾക്കാരും നല്ല പുറമെയുള്ള നല്ല ആൾക്കാരും വരുന്നുണ്ട്. സിനിമാ പേരുകളിലെ വസ്ത്രങ്ങളും ചെരുപ്പുകളുമാണ് ഇത്തവണയും വിപണിയിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നല്ല നല്ല ബ്രാൻഡുകളാണ് വരുന്നത്. അതായത് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മോഡൽ ഒരു വ്യത്യസ്തരമായി നമ്മൾ ഇവിടെ വെക്കാറുള്ളത്. അത് ഫസ്റ്റ് ടൈമായിട്ട് വരുന്നത് കാസർഗോഡ് തന്നെയാണ്. ഓൾറെഡി എങ്ങനെയായാലും മോസ്റ്റായിട്ട് വരുന്നത് കാസർഗോഡ് തന്നെയാണ് ഫാഷൻ വരുന്നത്. പെരുന്നാളിനായാലും വിഷുവിനായാലും തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഫുൾ ആൾക്കാരാണ് വരുന്നത് ഷോപ്പിലേക്ക്. ഒരു സ്റ്റാഫിന് വരെ നടക്കാനുള്ളൊരു സംവിധാനം വരെ കിട്ടുന്നില്ല. വില അല്പം കൂടുതലാണെങ്കിലും ബ്രാൻഡ് വസ്ത്രങ്ങളോടാണ് ഇത്തവണയും ആളുകൾക്ക് പ്രിയമേറെ. കാസർഗോഡ് ഇപ്പോൾ നല്ല കളക്ഷൻ ഞാൻ ഫുള്ള് വന്ന ഷോപ്പിലെല്ലാം കാണുന്നത്. പ്രത്യേകിച്ച് ഇവിടെയെല്ലാം നല്ല കളക്ഷൻ ഉണ്ട്. നമ്മളിപ്പം കല്യാണമുണ്ട് ഇപ്പോൾ അടുത്ത മാസം. അപ്പോൾ അതും പിന്നെ പെരുന്നാളിൻ്റെ എല്ലാം നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നത് മെയിനായിട്ട് കാസർഗോഡേക്ക്. നമ്മൾ പയ്യന്നൂരിൽ നിന്ന് വന്നത്. അപ്പം നല്ല നല്ല കളക്ഷൻ കാണുന്നുണ്ട്. റേറ്റും അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് അവർ കൊടുക്കുന്നത്. മറ്റ് ജില്ലയിലെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ രീതിയിലാണ് ഡ്രസ്സ് ചെയ്യൽ. നോർമൽ കാസർഗോഡ് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എപ്പോഴും ചെയ്യും. ഡ്രസ്സിങ് ആയാലും പുതിയ പുതിയ മോഡൽ കൊണ്ടുവരാനും കാസർഗോഡ് തന്നെയാണ് ഇപ്പം നിലവിൽ കാസർഗോഡ് തന്നെ കളിക്കുന്നത്. വ്രതശുദ്ധിയോടെ ഒരു മാസത്തെ നോമ്പുകാലം പൂർത്തിയാക്കുമ്പോൾ സക്കാത്തായി വസ്ത്രങ്ങൾ നൽകുന്നതും പുണ്യമായി കരുതപ്പെടുന്നു. ന്യൂസ് മലയാളം, കാസർഗോഡ്.